രാഹുൽ സഭയിലെത്തിയില്ലെങ്കിൽ, രാഹുൽ നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കാം. രാഹുൽ സഭയിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? പലരും പോയി ചത്തുകളയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചത്, ഇത്രയും പെടാപ്പാട് പെട്ടത് നിയമസഭയിൽ വരാതിരിക്കുവാനും എന്നേക്കുമായി തീർക്കുവാനുമായിരുന്നു. അന്നേരം നിയമസഭയിലേക്ക് രാഹുൽ വീണ്ടും തിരിച്ചു വന്നാലോ? അത് പലർക്കും സഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ കോൺഗ്രസിനെ തൂക്കിവിറ്റ, പിണറായി സർക്കാരിന് മൂന്നാമതും വരുവാൻ അവസരമുണ്ടാക്കി കൊടുത്ത രാഹുൽ വീണ്ടും നിയമസഭയിൽ വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കേക്കച്ചൻ മാധ്യമങ്ങളുടെ മുന്നിൽ വീണ്ടും ആകെ നാറി വിളറി വെളുത്ത് കൂടെ ഇപ്പോൾ ഒരുമിച്ച് തീരുമാനമെടുത്തു എന്ന് പറയുന്ന നേതാക്കന്മാരില്ല, അണികളില്ല, ആരുമില്ല. പക്ഷേ കേക്കച്ചന്റെ ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് കേക്കച്ചൻ വന്ന് നിന്ന് ഇന്നും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു, സ്പീക്കർക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കൊണ്ട കത്ത് കൊടുക്കും, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കി, അതുകൊണ്ട് വേറെ ബ്ലോക്കായിട്ട് ഇരുത്തണം, ഇവനെ ഞങ്ങൾക്ക് മറ്റേ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്നൊക്കെ പറഞ്ഞ പോലുണ്ടല്ലോ, ഒരു നികൃഷ്ടനായിട്ട്, ഒരു വെറുക്കപ്പെട്ടവനായിട്ട് ഇവനെ എവിടെയെങ്കിലും മാറ്റിയിരുത്തണം, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കും എന്ന് അറിയിക്കുകയുണ്ടായി. ഇവന്മാർ ഇനി ഒരു കാരണവശാലും രാഹുലിനെ തിരികെ എടുത്തില്ലെങ്കിൽ ആ ഒരു പേര് ഉച്ചരിക്കാൻ പാടില്ല. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ഇനി ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പേര് ഉച്ചരിക്കേണ്ട കാര്യമില്ല. രാഹുൽ എന്ത് ചെയ്യുന്നു എന്ന് ഇവന്മാർ വിചാരിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രാഹുലിനോട് പറയുവാനുള്ളത്, രാഹുലെ, ഇപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ, ഇവന്മാരുടെ ഉദ്ദേശം നിന്നെ തീർക്കുക, നിന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് പരാതിക്കാരില്ലെങ്കിലും തെളിവുകളില്ലെങ്കിലും ബാക്കി എതിർ പാർട്ടികളെല്ലാം പത്തിമടക്കിയിട്ടും വി ഡി സതീശൻ നിന്നെ കൊല്ലാൻ, നിന്റെ ജീവനും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഓർക്കുക, ഇവൻ നിന്റെ അന്തകനാണ്, ഇവൻ കാലനാണ്, നിന്റെ മാത്രമല്ല ഈ പാർട്ടിയുടെ കാലനാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ ഈ കാലന്റെ പണി ചെയ്യും. അതുകൊണ്ട് ഇവനെ നമ്പരുത്. ഇവൻ ഒരു 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 പുല്ലിന്റെ വില പോലും ഇവന് കൊടുക്കാൻ പാടില്ല. ഇവനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാരണം ഇവൻ ആഗ്രഹിക്കുന്നത് രാഹുലിന്റെ നാശം മാത്രമാണ്. അതുകൊണ്ട് ഈ പന്നന്, ഈ മലരന് യാതൊരു വിലയും കൊടുക്കരുത്. ഇവനെ പുച്ഛിച്ച് തള്ളുക. ഇവന്റെ വാക്കുകൾക്ക് ഇവൻ കൊണ്ട ലെറ്റർ കൊടുക്കുകയോ എന്ത് വേണം ചെയ്തു. പക്ഷേ ഇവിടുത്തെ പാലക്കാട്ടിലെ ജനങ്ങൾ, രാഹുലിനെ ജയിപ്പിച്ച ജനങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. അതുമാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ പിന്നിലുള്ളപ്പോൾ പിന്നെ ആരെ പേടിക്കണം? ഈ പന്നൻ, ഈ പിമ്പും നീയും നിന്ന് കഴിഞ്ഞാൽ ഒന്ന് വെല്ലുവിളിക്കുക ഇവനെ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുലിനെതിരായിട്ട് നിന്നാൽ നീ 100 വോട്ട് തേക്കച്ചു പിടിക്കുമോ എന്ന് ഇവനോട് ചോദിക്കാനുള്ള അവസരമാണ് ഇനി വരാൻ പോകുന്നത്. വലിയൊരു ഫ്യൂച്ചറാണ് ഇനി മുന്നോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഈ മലരനെ പോയി പണി നോക്കിനടാ എന്ന് പറഞ്ഞ് സഭയിലേക്ക് എത്തണം. സഭയിൽ എത്തിയാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സഭയിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? ആദ്യം LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണ് എതിർക്കുക എന്നുള്ളത്. കാരണം അവർക്ക് കിട്ടിയൊരു സുവർണാവസരമാണ്. അവരും ഈ ആരോപണത്തിൽ കടുപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ MLA-മാർ അല്ലെ ഇടതുപക്ഷ പ്രവർത്തകർ അന്ന് 15-ാം തീയതി അവരുടെ യുവജന സംഘടനകളോ മറ്റാരും ഒക്കെ സഭയ്ക്ക് പുറത്ത് പ്രകടനം നടത്തും, തടയുവാൻ ശ്രമിക്കും. സഭയ്ക്കുള്ളിലും ഇവന്മാര് തടയാൻ ശ്രമിക്കുമ്പോൾ അറിയാം. അന്നേരം രാഹുൽ പറയുക, എന്നെ തടയാൻ മുന്നിൽ നിർത്തേണ്ടുന്നത് വേറെ ആരെയുമല്ല, പൂച്ചക്കുട്ടി ശശീന്ദ്രൻ, കൊല്ലംകോഴി, മുതുകോഴി മുകേഷ്, പിന്നെ ആരാ, പിന്നെ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട ആഭാസന്മാരും മുന്നിൽ നിന്ന് എന്നെ തടയണം എന്ന് ഒരു അഭ്യർത്ഥന നടത്തുക. അവന്മാർക്കാണ് ഇനി യോഗ്യത തടയാൻ. അതുകൊണ്ട് ആ ആഭാസന്മാരെ എല്ലാം ദയവായി മുന്നിൽ നിർത്തി ബാക്കിയുള്ളവരെല്ലാം പിന്നിൽ നിന്ന് എന്നെ തടയാൻ പറഞ്ഞ് ചെല്ലുക. സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഒരു MLA-ക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. കാരണം നിയമസഭയിൽ കയറുവാൻ അയോഗ്യനല്ലാത്തിടത്തോളം കാലം സഭയിൽ വരുവാനുള്ള അതിന് അവസരം ഒരുക്കേണ്ടുന്ന, അതിന് സംരക്ഷണം ഒരുക്കേണ്ടുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അതുകൊണ്ട് പോലീസ് സംവിധാനത്തിന്റെ ചുമതലയാണ് രാഹുൽ മാങ്കൂട്ടത്തലിന് ഒരു പോറല് പോലും ഏൽക്കാതെ നിയമസഭയ്ക്കുള്ളിൽ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ കർത്തവ്യമാണ്, അതവർ ചെയ്തിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉമ്മാക്കികളൊക്കെ ഉണ്ടാവും.
ആ ഉമ്മാക്കി ഉണ്ടാകും എന്ന് പേടിച്ച് വീട്ടിൽ ഇരിക്കുന്നവനല്ല രാഹുൽ എന്നറിയാം. അതുകൊണ്ട് അതിനൊക്കെ പുല്ലുവില കൊടുത്ത് അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെ വരിക. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അത് ആദ്യ വിജയമായിരിക്കും. ആദ്യ വിജയം എന്ന് പറഞ്ഞാൽ രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ നാണംകെട്ട ഈ പിമ്പ്, അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ, പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങൾക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്കും ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്കും വലിയൊരു ആശ്വാസമായിരിക്കും. രാഹുലിനെ ഒതുക്കുവാൻ ശ്രമിച്ചിട്ടും രാഹുലിനെ തീർക്കുവാൻ ശ്രമിച്ചിട്ടും അവനിതാ ആൺകുട്ടിയെ പോലെ അവൻ നിയമസഭയിൽ എത്തി എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആശ്വാസമാകും. അല്ലെങ്കിൽ അവർ അത് വളരെയേറെ വിഷമിക്കും, അവർ മറിച്ച് ചിന്തിക്കും. അത് നമുക്ക് രണ്ടാമത് ചിന്തിക്കാം. അതുകൊണ്ട് അത് ആദ്യ വിജയമാകും, ഒരു വമ്പിച്ച ഒരു വലിയ തിരിച്ചുവരവായിരിക്കും അത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും 15-ാം തീയതി വരിക എന്നുള്ളത് അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 മുന്നോട്ടൊരു രാഷ്ട്രീയ ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഈ നിയമസഭാ സമ്മേളനത്തിന് ശേഷം തുടർന്ന് അവിടുന്ന് പാലക്കാട്ടേക്ക് പോവുക, ഇതൊരു രണ്ടാം വരവാ. ഒരു ജീവിതത്തിന്റെ ഒരു 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 വീണ്ടും ഒരു ഒരു പുനരുജ്ജീവനമാണ്. അതുകൊണ്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങി നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ പാലക്കാട്ടേക്ക് പോവുക. പാലക്കാട്ടെ ജനങ്ങൾ അവിടെ ചേർത്ത് പിടിക്കും. ഇവിടെ ഒരുത്തനും നിങ്ങൾക്കിട്ട് പണിയാൻ സാധ്യതയുള്ളത് ഈ കൂട്ടിക്കൊടുപ്പുകാരൻ കേക്കച്ചനും അവന്റെ ചെരുപ്പ് നക്കികളും മാത്രമേ നിങ്ങൾക്കിട്ട് പണിയാൻ നിൽക്കത്തുള്ളൂ. ബാക്കി മനസാക്ഷിയുള്ള ഒരാളുകൾ പോലും, ഇടതുപക്ഷക്കാരൊക്കെ അവര് വളരെ ഡീസൻ്റാണ്. BJP-ക്കാരും അവര് മനസാക്ഷിയുള്ളവരാണ്. ഈ ട്രാക്കുളകളെ പോലുള്ള ഈ പിമ്പിനെ പോലുള്ളവരല്ല, അവര് ആത്മാർത്ഥതയുള്ളവരാണ്. അവർ നിങ്ങളുടെ അടുത്ത് പ്രതിഷേധം കാണിച്ചെങ്കിൽ പോലും അത് രാഷ്ട്രീയം, അത് അവരുടെ തൊഴിൽ, അവർ ചെയ്തേ പറ്റത്തുള്ളൂ. ലെറ്റ് ദം ഡു ദാറ്റ്, അവരത് ചെയ്യട്ടെ. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് തന്നെ പാലക്കാട്ടേക്ക് പോവുക, ശക്തമായിട്ട് തുടരുക. ഇത് അതുപോലെ തന്നെ നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ സകല ആരോപണങ്ങളുടെയും മുന അതോടുകൂടി ഒടിഞ്ഞു പോകും. ഇവന്മാർക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഏറ്റവും വലിയൊരു വിജയമായി മാറും. അതുകൊണ്ട് അത് ആത്മഹത്യാപരമായിരിക്കും പോയില്ലെങ്കിൽ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇവന്മാർക്ക്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക്, നിങ്ങളെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കിയവർക്ക്, നിങ്ങളെ വീട്ടുതടങ്കലിലാക്കിയവർക്ക്, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചവർക്ക്, നിങ്ങൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയവർക്കെതിരെ ഉള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഇത്. ദൈവം തരുന്ന ഒരു അവസരമാണെന്ന് നിങ്ങൾ കരുതണം. നിങ്ങൾക്ക് ഇന്ന് നിയമസഭയിൽ കയറാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോ നിങ്ങൾ ജയിലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അവസ്ഥയിലോ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങൾക്ക് അപ്രകാരം ഒരവസ്ഥയും ഇല്ലാതെ നിങ്ങളെ ആ പറയുന്ന നിയമസഭയിലേക്ക് നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പാലക്കാട്ടെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളെ നിയമസഭയിലേക്ക് അയച്ചു എങ്കിൽ ആ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുവാനുള്ള ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ആണെന്ന് നിങ്ങളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്യാവുന്നത് എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? രാഹുലെ, പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ പിന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങരുത്, വീടിന് വെളിയിൽ ഇറങ്ങരുത്. കാരണം അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? അവർ ഭയക്കുന്നത് ആരെയാണ്? രാഹുലിനുള്ളിലെ ആ ചുറുചുറുക്കുള്ള മിടുക്കനായ ആ കരുത്തുറ്റ ആ നേതാവിനെയാണ് ഇവന്മാർ പേടിക്കുന്നത്. അവന്മാർ പേടിക്കുന്നു. രാഹുലിനുള്ളിലെ ആ യുവ നേതാവ് നാളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും വളരുമോ എന്ന് പേടിക്കുന്ന ചില കൃമികീടങ്ങളാണ് നിങ്ങളെ ആക്രമിച്ച്, ചില കൊമ്പൻചെല്ലികൾ, ചില കൂട്ടിക്കൊടുപ്പുകാർ, പിമ്പുകളാണ് നിങ്ങളെ പുറകിൽ നിന്ന് പണിയാൻ നോക്കിയത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം തീർന്നു എന്ന് കരുതുക. ഇവിടുത്തെ ഓരോ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കഴിഞ്ഞ 17 ദിവസം നിങ്ങളുമായി യാതൊരു ബന്ധമില്ലെങ്കിലും, നിങ്ങളുമായി ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു സൗഹൃദം പോലുമില്ല, ഒരു സൗഹൃദ സംഭാഷണം പോലും നടത്താത്ത ഒരു വ്യക്തി നിലയ്ക്ക് ഞങ്ങളൊക്കെ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ. 17 ദിവസം ആയിരക്കണക്കിന് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എൻ്റെ ജോലിക്കിടയിലും രാത്രി 12:30-1 മണി സമയം വരെ എൻ്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും കോൾ ഒരുമിച്ചെടുത്തിട്ടില്ല. അത്രയും കോളുകൾ. കാരണം ആയിരക്കണക്കിന് കോളുകളാണ് ലോകമെമ്പാടും ഓരോ ടൈം സോണിൽ നിന്നും, യൂറോപ്യൻ ടൈമിങ്ങും അതുപോലെ മിഡിൽ ഈസ്റ്റ് ടൈമിങ്, ഇന്ത്യൻ ടൈമിങ്ങിൽ, ഈ ഓരോ ലോകമെമ്പാടുമുള്ള ഓരോ ടൈം സോണിൽ നിന്നും 24 മണിക്കൂറും എൻ്റെ ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോളുകളെല്ലാം പരമാവധി എടുത്ത് അവരുമായിട്ട് സംസാരിച്ച് അത് എഡിറ്റ് ചെയ്ത് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയല്ല.
ഇത്രയും എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നത് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളിലെ ആ ഒരു ചെറുപ്പക്കാരൻ, ആ ഒരു കരുത്തുറ്റ നേതാവ്, അത് ഈ നാടിന് നിങ്ങളെ വേണം, ഈ ജനങ്ങൾക്ക് വേണം. ഇതുപോലുള്ള നേതാക്കന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അന്നേരം അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെ വലിയ കാര്യമായിട്ട് കരുതുന്നില്ല, ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നില്ല. എൻ്റെ ഒരു എഫേർട്ടിനെയോ, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിനെയോ, ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനോ, ഇത്രയും സംസാരിച്ചതിനോ ഒന്നും ഞാനൊരു നഷ്ടമായിട്ട് കരുതുന്നില്ല. കാരണം അതെല്ലാം വളരെ പോസിറ്റീവായിട്ടും അത് ആയിരക്കണക്കിന് അമ്മമാരുടെ, ആയിരക്കണക്കിന് ജനങ്ങളുടെ, അവരുടെ വെമ്പിയിരുന്ന ഹൃദയം, അവർ ആരോടെങ്കിലും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ കേട്ടു, അത് കുറെ ആളുകളിലേക്ക് എത്തിച്ചു, അത് പലർക്കും കണ്ണു തുറപ്പിച്ചു എന്നതിൽ എനിക്കത് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാം എഫേർട്ടിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ ഈ നിന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആ വികാരത്തെ മാനിക്കാതെ വീടിനുള്ളിൽ തകർന്നു കിടന്നാൽ അത് നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയ ഈ ചെകുത്താന്മാർക്ക്, ഈ പിമ്പുകൾക്ക്, ഈ കൂട്ടിക്കൊടുപ്പുകാർക്ക് വീണ്ടും ഊർജം പകരുകയും അവർ വർദ്ധിത വീര്യത്തോടെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞങ്ങൾ മറ്റാരോടോ ഒരു കടപ്പാടും വേണ്ട. താങ്കളെ ജനങ്ങൾ, പാലക്കാട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായി. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു, രണ്ടാമതും ആ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ വിലപ്പെട്ട സമയം കഴിഞ്ഞ് എത്ര കോടി രൂപ സ്പെൻഡ് ചെയ്ത്, എന്തൊക്കെ വാഗ്വാദങ്ങൾ, എന്തൊക്കെ സംഘടനകൾ, എന്തൊക്കെ ഭൂകമ്പങ്ങൾ നടന്ന ശേഷമാണ് അപ്രകാരം ഒരു ഇലക്ഷൻ നടക്കുകയും താങ്കളെ തെരഞ്ഞെടുക്കപ്പെടുകയും ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരൻ കേക്കച്ചൻ പിമ്പെന്ന് പറയുന്നവന് ഒരു നിമിഷം കൊണ്ട് അവൻ പറഞ്ഞു കളഞ്ഞില്ലേ, MLA സ്ഥാനം രാജിവെക്കെന്ന്. കാരണം അവൻ എന്തെങ്കിലും എഫേർട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു? ഓരോ ആമ്പിള്ളാരുടെ അവൻ ഇന്ന് ലീഡറാന്ന് പറഞ്ഞ് നാണം കെട്ടവൻ കതറൊടയാതെ നിൽക്കുകയാണ്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ പിതൃത്വം ആ പിമ്പ് ഏറ്റെടുക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ജയിച്ചത്? PT തോമസ് എന്ന് പറയുന്ന ഒരു മഹാനായ നേതാവിനെ നെഞ്ചിലേറ്റ് ജനങ്ങൾ കൊടുത്ത വിജയമായിരുന്നു ഉമാ തോമസിനത്. പാലക്കാട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന ചെറുപ്പക്കാർ തോളോട് തോള് ചേർന്ന് നിന്ന് ശക്തമായിട്ട് പ്രതിപക്ഷത്തിന് ഇവന്മാരുടെ സകല ആരോപണങ്ങളുടെയും മുനയൊടിച്ച് ആ ചെറുപ്പക്കാർ സമ്മാനിച്ച വിജയം എൻ്റെ സ്വന്തം വിജയമാണെന്നും പറഞ്ഞു ഒരു നാണം കെട്ടവൻ, ഒരു ഏമ്പോക്കി നിന്നിട്ട് പറയുവാണ് അതിൻ്റെയും പിതൃത്വം അവൻ ഏറ്റെടുത്തു. പിള്ളേരുടെ പുറകിൽ കുനിഞ്ഞു നിന്ന്. നിലമ്പൂരിൽ അതുപോലെ പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം, അതുകൊണ്ടും ഈ പറയുന്ന ചെറുപ്പക്കാരുടെയും എഫേർട്ട് കൊണ്ടാണ് അവിടെ വിജയമുണ്ടായത്. അതിൻ്റെയും പുറകിൽ ഈ നാണം കെട്ടവൻ പോയി കുനിഞ്ഞു നിന്നു. അതിൻ്റെയും മറ്റേ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ അതിൻ്റെയും പിതൃത്വം ഏറ്റെടുത്തു. എന്നിട്ട് ഇന്ന് PR കൊണ്ട് ഏഷ്യനെറ്റിലിരുത്തി പറയിപ്പിക്കുകയാണ് ഈ വിജയങ്ങളെല്ലാം സമ്മാനിച്ച ഇവന്റെ നേതൃത്വമാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അത് ഭയങ്കര ഒരു മനസാക്ഷിയെ കാണിച്ച് വിജയത്തിന്റെ ക്രെഡിറ്റ് അല്ല എൻ്റെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നു, പരാജയം വന്നാൽ എൻ്റെ ഉത്തരവാദിത്വം വന്നു. പോടാ നാണം കെട്ടവനെ. നിന്റെ അച്ഛൻ്റെ ഐഡിയ ഉള്ളവന്മാർ ഇവിടെയുള്ള ജനങ്ങള്, നിന്റെ കൂലി PR ഇറക്കി നീ സ്റ്റോറി ക്രിയേറ്റ് ചെയ്താലൊക്കെ അവന്മാര് പുല്ല് വില പോലും കൊടുക്കത്തില്ല. നിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി തീർന്നു എന്ന് കരുതുക കേക്കച്ച. അന്നേരം അതുകൊണ്ട് രാഹുലിനോട് പറയാനുള്ളത്, രാഹുലെ, യാതൊരു കാരണവശാലും ജീവനോടെ ഉണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ എഴഞ്ഞാണെങ്കിലും നിയമസഭയിൽ നിങ്ങൾ എത്തണം. നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പിന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വരാൻ പാടില്ല. നിങ്ങൾ ആ പരിപാടി അവിടെ വെച്ച് മതിയാക്കി നിങ്ങൾ വീട്ടിലിരിക്കുക. ഈ ജനങ്ങളെല്ലാം സ്വയം പഴിക്കും. ദൈവമേ, ഇവനെയാണല്ലോ ഞങ്ങൾ സ്നേഹിച്ചത്, ഇവനെയാണല്ലോ ഒരു കഴിവുള്ളവനായി ഞങ്ങൾ കണ്ടത്, ഇത്രയും പേടിത്തൂറിയായിരുന്നു, ഇത്രയും പ്രാപ്തിയില്ലാത്തവനായിരുന്നു ഇവനെന്ന് ജനങ്ങൾ സ്വയം വിലപിക്കും. അവർ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അവർ വെറുക്കും. അവർ പിന്നെ വോട്ട് ചെയ്യാൻ പോലും പോകാത്ത ഒരു അവസരം ഉണ്ടാക്കും. അന്നേരം അതുകൊണ്ട് രാഹുല് എന്ത് തന്നെയാണെങ്കിലും, ഞാൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, രാഹുലിന് പ്രായത്തിൻ്റെതായ, അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായി എന്ന് തന്നെ 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നു. എന്ത് തെറ്റ് വന്നാലും ശരി, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശരി, അതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും ഇവിടെ ഉള്ളവർ തയ്യാറാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ജനസമക്ഷം നിങ്ങൾ വന്നു നിന്ന് നിങ്ങൾ നിയമസഭയിലേക്ക് ആദ്യമേ വരിക. നിയമസഭ അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ ജനങ്ങളോട് പറയുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ചുരുക്കി നിങ്ങൾ കാര്യങ്ങൾ പറയുക.
നിങ്ങളുടെ മറ്റു കാര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവന്മാർ, ഈ വൃത്തികെട്ടവന്മാർ, ഈ കൂട്ടിക്കൊടുപ്പുകാർ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഒരു കണക്കിന് നന്നായി നിങ്ങളും ഇതിന്റെ ഭാഗമായില്ലല്ലോ. ഈ കൂട്ടിക്കൊടുപ്പുകാരന്മാർ ഈ പാർട്ടിയെയും ഈ പ്രസ്ഥാനത്തെയും തൂക്കി വിൽക്കാനുള്ള അച്ചാരം മേടിച്ചു കഴിഞ്ഞു, അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ നാണം കെട്ടവന്മാർ അമ്മമാരുടെ പണിയായിട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക. പാലക്കാട്ടുകാർ നിങ്ങൾക്ക് വേണ്ടുന്ന ശക്തി തരും. അതുപോലെ തന്നെ ഇവന്മാർ നിങ്ങളെ തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ അഡ്രസ് ഇല്ലെങ്കിൽ പോലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന നാണം കെട്ടവന്റെ പറവൂർ മണ്ഡലത്തിൽ ഇവനെതിരെ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിൽക്കും. നിങ്ങളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളെ വിടും. നിങ്ങൾ അന്നത്തെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ആയിരിക്കും നിയമസഭയിൽ. അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങളുടേതാണ്. നിങ്ങളെ തളർത്തുവാൻ, തകർക്കുവാൻ ഇവിടെയുള്ള ഒരൊറ്റ കേക്കച്ചനോ ഒരു മലരനോ സാധിക്കത്തില്ല. ദിവസം നിങ്ങളുടെയാണ്. ഇനിയും വരാൻ പോകുന്ന ദിവസം കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടേതാണ് ദിവസങ്ങൾ. ഇവിടെയുള്ള സകല സിൻഡിക്കേറ്റ് മാധ്യമങ്ങളോ കേക്കച്ചന്മാരോ കൂട്ടിക്കൊടുപ്പുകാരോ നിങ്ങളെ നശിപ്പിക്കുവാൻ നോക്കിയാൽ നിങ്ങൾ ഓർക്കുക, ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ റിഫൈൻ ചെയ്ത് ഈ സ്വർണം അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മാറ്റേറുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാനുഷികം, സ്വാഭാവികം. ആ പാട്ടിനെ കുറിച്ച് നിങ്ങൾ ഇനിയും വറിയടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ നശിപ്പിക്കാവുന്ന, നിങ്ങൾക്ക് ചെയ്യാവുന്ന സകല ശോഭകേടുകളും ഇവന്മാർ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ തിരിച്ച് നിയമസഭയിലേക്ക് വരുവാനുള്ളത്. അതുകൊണ്ട് തിങ്കളാഴ്ച നിയമസഭ ആരംഭിക്കുമ്പോൾ രാഹുലെ നിങ്ങൾ ഉണ്ടാവണം. ഇനിയും i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഹലോ, എൻ്റെ പേര് മാത്യു. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. VD സതീശൻ പറഞ്ഞത് മറ്റേ പുള്ളി കാണിച്ചിട്ട് പുള്ളി വനവാസത്തിന് പോകുകയെന്ന് പറഞ്ഞു. അപ്പം ഈ പുള്ളി വനവാസത്തിന് പോകുന്നത് കോൺഗ്രസ് നശിച്ചു പോകുന്നതാണ്. ഇവന്റെ തന്തയുടെ വകയാണോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം? നമുക്കറിയാൻ വരാൻ ചോദിക്കാം. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റായി, ഇന്നോ നാളെയെന്ന് പറഞ്ഞ് ഡേറ്റിരിക്കുന്ന. പക്ഷെ എന്നാൽ ഇതൊക്കെ കാണുമ്പം നമുക്കൊരു ഭയങ്കര വിഷമം. കാരണം മനുഷ്യൻ മരിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഇവനില്ല. ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ക്ഷയിക്കുന്നവൻ എന്നാണ് തമ്പുരാൻ പറയുന്നത്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാലും മണ്ണിൽ ക്ഷയിക്കുന്ന ഇവന് എന്നാണെങ്കിലും ചത്തുപോകും. ഇവന്റെ തലമുറയും ചത്തുപോകും. പക്ഷെ അതിനു മുമ്പ് ഇവൻ എന്തെങ്കിലും നന്മ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവനൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതല്ലേ? ഇവൻ എന്താണ് ചെയ്യുന്നത്? ഒരുത്തിന് കുഴി ചാടിക്കാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ് ഇവൻ പ്രയോഗിക്കുന്നത്. ഇത് കാണുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ. എല്ലാവരും നന്നാവണം, മനുഷ്യൻ നന്നാവണം, നമ്മുടെ രാജ്യവും നന്നാവണം അതല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മെയിനായിട്ടുള്ള കാഴ്ചപ്പാട്. ഇവന് സമ്പാദിക്കുക. ഇവനൊന്നുമില്ല. പണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ട് ഇവനൊന്നുമില്ല. ഒരു പഴയ ഹെർക്കുൽ സൈക്കിളും തള്ളിക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്ന് പറയുന്നത്. ഇവന് വന്നിട്ട് ഇവനിന്ന് ഭയങ്കര കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും എല്ലാ സൗകര്യങ്ങളുണ്ട്. നമ്മളതിനകത്തൊന്നും ഇവനെ കുറ്റം പറയും. ഇവന്റെ കഴിവാണ്. ഇവൻ കട്ടെടുക്കാനുള്ള ഇവന്റെ കഴിവിനും കട്ടെടുത്തു. ഓക്കെ, നമ്മൾ അതിനകത്ത് ഇവനെ കുറ്റം പറയുന്നത്. പക്ഷെ ഇവൻ കാണിക്കുന്നത് സാമാന്യ മര്യാദ വേണ്ടേ? ഈ കണ്ട എന്തൊക്കെയോ എവിടെയോ തരുന്ന പെൺപിള്ളേരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ടും അവിടെ ഉണ്ടാക്കി ഇവരുണ്ട്. ഇവനൊക്കെ പൈസ സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഭാര്യയും മക്കളെയും വരെ ഇവന് ഇതിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പതിയായിട്ട് നിർത്തും. അത്രയ്ക്കും ചീഞ്ഞ വ്യക്തിഗത ഒരു മനോഭാവമാണ് ഇവൻ കാണിക്കുന്നത്. അതാണ് നിശ്ചയം എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു വിഷമം. അതുകൊണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാ. എപ്പം പോകുമെന്നുള്ളതിനെപ്പറ്റി യാതൊരു നിശ്ചയവുമില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇത് ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തന്റെ കാര്യമായി അലിച്ചിട്ടാണ് ഇവന് നേതാവാകാൻ. അല്ല, ഞാൻ ചോദിക്കുന്നതിനകത്തൊരു ന്യായം ഒരുത്തൻ സ്വന്തം സഹോദരന് കൂട്ടത്തിൽ നിൽക്കുന്നവൻ നമ്മുടെ സഹോദരൻ, നമ്മുടെ കൂടപ്പുറപ്പോലെ. ഇവൻ കുറെ പണം ഉണ്ടാക്കി ഇവൻക്ക് ആകാതെ ഇവൻ ലോകാവസാനം വരെ ഇതുപോലെ ചിരഞ്ജീവിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവൻ ചെയ്യുന്നതിനകത്ത് ശരിയാണ്. ഇവൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവന്റെ കയ്യിൽ തന്നെ ഇവൻ പണം ഇവൻ മൊത്തതാവും. ഇവൻ തട്ടിപ്പോയി എന്നുള്ളതിന് എന്തെങ്കിലും ഇവന് ഉറപ്പുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം.
പോട്ടെ, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് വെച്ചാൽ ഓരോരുത്തരും പൈറ്റിപ്പരപ്പല്ലേ, അവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ അവരെയൊക്കെ ഇതാക്കാൻ കഴിയുന്നത്. ഇപ്പം എനിക്ക് എന്തെങ്കിലും കിട്ടപ്പോഴുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പറയും. ഞാനിപ്പം കണ്ടത് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വിഷമം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇവരോട് ആരോടും പ്രത്യേകമായി വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. എന്നെ സംബന്ധിച്ചോളം ഇവരൊക്കെ രാഷ്ട്രതന്മയാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മൾ എല്ലാവരും നന്നാവണം, എല്ലാവരും മനുഷ്യനാണ്, എല്ലാവർക്കും ജീവിക്കണം, എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലൂടെ തന്നെ ഞാൻ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രാഹുൽ എന്ന് പറഞ്ഞവൻ അവന് നല്ലൊരു ചെറുപ്പം നല്ല കഴിവുള്ളൊരു പയ്യനാണ്. അവനിവിടെ വന്നിട്ട് അവന്റെ കഴിവുകളെ നമ്മുടെ സമൂഹത്തിന് നന്മ കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച്, ഇവര് കിട്ടുന്ന വീതം ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുക ചെയ്തത്. പക്ഷെ ഇവര് പൈസ ഇപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയും വർക്ക് ചെയ്യും. ഇവരിപ്പം സമൂഹത്തെ നന്മ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ചടിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ എല്ലാത്തിനകത്തും എല്ലാവരും കണക്ക് വരാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്ന എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് വേണോ? ഞാൻ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. പേര് മറിയാമ്മ. എനിക്ക് 65 വയസ്സായി. വേറെ നല്ല പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പയ്യനെ ഇതുപോലെയുള്ള തേജോവധം ചെയ്യുന്നത് വളരെ മോശമാണ്. എന്ന് പറയാ, ആ മോനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ഒരു മകനെക്കാട്ടി അത്ര അധികം സ്നേഹിച്ച ഒരു മോനാണ്. എനിക്ക് ഹൈറ്റ് ന്യൂസ് വിളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞാൻ ഇതുവരെ വിളിക്കാൻ. അതുകൊണ്ട് അവന് വേണ്ടി, ആ രാഹുലിന് വേണ്ടി ഒരിക്കലും ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ എന്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഒരിക്കലും ആ രാഹുലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ മറ്റുള്ള രീതിയിലേക്ക് പോകരുത് എന്നാണ് പറയാനുള്ളത്. വേറെ കൂടുതലല്ല, രാഹുല്, വിഷ്ണു, മറ്റേ റാഫി പറമ്പന, ഇങ്ങനെയുള്ള കൊച്ചു പിള്ളേർ, അവർ നല്ല മക്കൾ, അവർ കയറി വരണം. എന്നാലേ ഈ കേരളത്തിലുള്ള ഈ അഴിമതിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ ഈ കേരളം തീർന്നിരിക്കുന്ന സമയമാണ്. ഇനിയെങ്കിലും അവരെ കൂടെ അകറ്റിക്കൊണ്ട് പോയാൽ ഒരിക്കലും നമ്മൾ ഈ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയല്ല. നമ്മൾ അത്രയ്ക്കും സഹിച്ച് ഇരിക്കുന്നത്. ഏത് മേഖല എങ്ങനെ ജീവിക്കും ജനങ്ങളെ? ഒരു തൊഴിലും കൂലിയും ഇല്ലാത്തവരെ, ഞങ്ങളെ പോലുള്ള വാർദ്ധക്യത്തിൽ ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങൾക്ക് ഒരു ക്ഷേമനിധി പോലും ഇപ്പം കിട്ടിക്കൊണ്ടിരുന്ന, ഞങ്ങൾ വിധവാ പെൻഷൻ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പം. അതുപോലും ഞങ്ങളുടെ ഒരു 1600 രൂപ ഉണ്ടായിരുന്നു, ഇപ്പം കിട്ടുന്നത് 300 രൂപ. ചില മാസം 300 കിട്ടും, ചില മാസം 600 കിട്ടും. ഇതാണിപ്പോൾ. അതുപോലും ഇങ്ങനെ കാണിക്കുന്നത്. ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴിയില്ലാത്ത അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നല്ല നല്ല മക്കളെ ഒരു തരത്തിലും വലിയ ഈ ഇ.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പുറകോട്ട് മാറി നിന്നിട്ട് ഇതുങ്ങളെ അങ്ങോട്ട് ചുറ്റുവിടട്ടെ. അവര് കുറച്ച് പുറകോട്ട് മാറി നിൽക്കട്ടെ എന്നാണ് പറയാൻ എനിക്കുള്ളത്. വേറെ കൂടുതൽ വർത്താനൊന്നും പറയുന്നില്ല. ഇതേ ഇത്ര പറയുന്നുള്ളൂ. സുബ്രഹ്മണ്യം പോയിരിക്കുന്ന റാന്നി 19 ജില്ലയിലെ ഞാൻ സാറിനെ വിളിച്ചത്, ഈ നെറിയേറുകള് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തില് അവന്റെ ഭാഗത്തുള്ള തെറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞത്, ഈ സതീശനും ഇവിടുത്തെ പിണറായിയും മറ്റുള്ളവരെല്ലാവരും കൂടി അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സത്യത്തെ എത്ര മൂടി വെച്ചാലും 1000 നാളായിട്ട് മുളച്ചു എന്ന് പറയുന്നൊരു സത്യമാണിത്. ഇവരെ പോലുള്ള നെറികെട്ടവന്മാരെ നമ്മൾ നാട് കടത്തുക വേണ്ടത്. അപ്പൊ രാഹുൽ തീർച്ചയായിട്ടും ഉയർച്ചയോട് വരും. അപ്പം ജനത്തിന് മനസ്സിലായി, കേരളത്തിലെ പൊതുജനത്തിന് മനസ്സിലായി രാഹുൽ നിരപരാധിയാണെന്നും രാഹുലിനെ കള്ളക്കേസിൽ കുരുക്കുകയാണെന്നും മനസ്സിലായി. കുറെ സ്ത്രീകൾ എന്ത് തോന്നിവാസം കാണിച്ചാലും, അവൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, അത് സ്ത്രീ സംരക്ഷണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ എന്തുവാകാമെന്നുള്ള ഒരു ധാരണ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ യുവതലമുറ ഇപ്പൊ സതീശനെ കൊണ്ടും രമേശ് ചെന്നിത്തലയെ കൊണ്ടും കോൺഗ്രസ് നയിക്കാൻ പറ്റത്തില്ല. അപ്പം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വരുമ്പോൾ ഇവർക്ക് സ്ഥാനം ഇടിയുമോ എന്നുള്ളൊരു പേടിയാണ് ഇവർക്കുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഒതുക്കുക എന്നുള്ളതാണ് ഇവർ കരുതുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങള്, ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സതീശൻ ഒരു കാരണവശാലും കെട്ടുവെച്ച പണം കിട്ടത്തില്ല ഈ ഇലക്ഷൻ മത്സരിച്ച. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നാണ്. ഒരു 100-110 സീറ്റ് കിട്ടി വിജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ സ്ഥാനത്ത് ഇവര് വട്ടപൂജ്യമായി പോകുന്നു ഞാൻ കരുതുന്നു. കോൺഗ്രസ് പ്രവർത്തകനാണോ താങ്കൾ? ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പൊ സത്യത്തിൽ പറയാം, നമുക്ക് ആ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്നപ്പോൾ നമുക്ക് വളരെ ഒരു ഊർജം, ഒരു ആർജവം എല്ലാം നമുക്ക് കിട്ടിയതാ.
അത് നമുക്കത് ഇവർ തല്ലിക്കെടുത്തതിൽ വളരെ അമർഷമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ റാന്നിക്കാരനാ. റാന്നി വന്ന് പിന്നെ ഇവരൊന്ന് മത്സരിക്കാൻ സതീശന് എട്ടിപ്പൊട്ടിച്ച് ഞാൻ തൂക്കിച്ചു കൊടുക്കും. ഡോക്ടർ ജോർജ് USA എന്ന് ഈ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, TV കൂടെ അല്ലാതെ, അദ്ദേഹത്തിന് സാറ് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടും അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ദൗത്യമായിട്ട് കണക്കാക്കിയാണ്. പ്രത്യേകിച്ച് സാറിൻ്റെ ആ അവതരണ മികവ്. ഗോഡ് ബ്ലസ് യു. അത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വന്ന ന്യൂസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ചില ഒബ്സർവേഷൻസ് ഞാൻ നടത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകരുമായിട്ട് സാറുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു വിദേശത്തു നിന്നുള്ള ഒരു വോയിസായിട്ട്, ഒരു റെപ്രസെൻറ്റേഷനായിട്ട് ഇരിക്കട്ടെ. ഞാൻ പല സുഹൃത്തുക്കളുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെയാണെങ്കിൽ എപ്പോഴും ന്യൂസ് കേൾക്കുന്നുണ്ട്. സാധാരണ ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് ന്യൂസ് കേൾക്കുന്ന ഒരു സമയമാണിപ്പം. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഒരുപാട് വലിച്ചു നീട്ടാതെ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ മാത്രം പറയാം. VD സതീശൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 1-2 വാർത്താ സമ്മേളനങ്ങൾ നടത്തി. മറ്റ് ചില വിഷയങ്ങളൊക്കെയാണ് പുള്ളി പൊക്കിക്കൊണ്ട് വന്നതെങ്കിലും ബോധമുള്ള ആൾക്ക് മനസ്സിലാവുക ഇത് ഒരു പ്രീ പ്ലാൻഡ് വാർത്താ സമ്മേളനമായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയ വിഷയം അദ്ദേഹം ചോദിക്കും, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള ആളിനെ അവിടെ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അവരുടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചോദിക്കും. സത്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം അതിനെക്കുറിച്ച് പറയുന്നില്ല, BJPയും പറയുന്നില്ല, അദ്ദേഹത്തിനെതിരെ പരാതിക്കാരുമില്ല, കേസ് കൊടുക്കാനും ആരുമില്ല, മൊഴി കൊടുക്കാനും ആരുമില്ല. വെള്ളത്തിൽ വരച്ച വര പോലായിപ്പോൾ. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, അല്ലെ ബാംഗ്ലൂർ പോയി മീഡിയ എത്ര ദിവസമായിട്ട്. പക്ഷേ നമ്മൾ ഇന്നലെ കേൾക്കുന്നത് പരാതിക്കാരുമില്ല. 2-3 പെൺകുട്ടികൾ നിഴലിൽ നിൽക്കുക, പക്ഷേ പരാതിക്കാരും മുമ്പോട്ട് വരുന്നില്ല. പരാതിയില്ല, കേസില്ല, ഒന്നുമില്ല. നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ഇപ്പോഴും VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം വീറും വാശിയോടും കൂടെ പിന്നെയും വന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹമാണെങ്കിൽ അദ്ദേഹം പാലക്കാട് പോയിട്ടില്ല, അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നില്ല, മീഡിയയോട് സംസാരിക്കുന്നില്ല, അദ്ദേഹം വീടിന് പുറത്തിറങ്ങുന്നില്ല, അദ്ദേഹം ഒരു പ്രത്യേക ഡിപ്രഷനിൽ കൂടെ പോകുകയാണെന്ന് കേട്ടിട്ട് പോലും ഇദ്ദേഹം പിന്നെയും വന്ന ഈ വാശിയോടെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് ആരാ ഇത്ര അധികാരം കൊടുത്തേക്കുന്നത്? ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞതും ഇന്നും പറഞ്ഞതും 2 ആരോ കറക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഇന്ന് വന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ലീഡേഴ്സ് എല്ലാം ചേർന്ന് എടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ ധാരണയുടെ പുറത്തെടുത്ത തീരുമാനമാണ്. AICC അതിന് അംഗീകാരവും തന്നു. എന്തോ ഒരു പെശമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ സുനിൽ സാറേ. ഇന്നലെ അദ്ദേഹം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിപ്പുണ്ട്, നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാനെന്നുള്ള പദമാണ് അത് ഉപയോഗിച്ച്, ഞങ്ങളെന്നല്ല പറഞ്ഞു. ഞാൻ എൻ്റെ ധാരണയുടെ വെളിച്ചത്തിൽ ഞാനെടുത്ത തീരുമാനമാണ്, അതെന്ത് വന്നാലും മാറ്റത്തില്ല. അപ്പം ഞാൻ ഷാഫി പറമ്പലിനോടും സണ്ണി ജോസഫിനോടും MM ഹസനോടും അടൂർ പ്രകാശിനോടൊക്കെ ചോദിക്കുകയാണ്, ഈ VD സതീശൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ? അദ്ദേഹത്തിന് ഇത്ര അധികാരം ആര് കൊടുത്തു? AK ആൻ്റണിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറോ? ഇവരാരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇത്ര ധാർഷ്ട്യമായിട്ട്. വെള്ളാപ്പള്ളി നടേശൻ സാറ് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതിച്ചിരി അതിശോക്തിയാണോ എന്ന് അന്ന് തോന്നിയായിരുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പാണ്, ഈ VD സതീശനെ കുറിച്ച്, അദ്ദേഹം 80 വയസ്സിന് മുകളിൽ, എനിക്ക് തോന്നുന്നു 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ്, ഒരു സമൂഹത്തിൻ്റെ ലീഡറായിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഈ VD സതീശനെ കുറിച്ച് വളരെ മോശമായിട്ട്, അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി രാഹുലിനെ മാത്രമല്ല കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിക്കുന്ന, സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വളരെ നീചമായ വൃത്തികെട്ട രീതിയിലാണ് ഈ VD സതീശൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സാറേ ഞാൻ ഒരു മർമ്മപ്രധാനമായിട്ട് ചോദ്യം ചോദിക്കും. ഇദ്ദേഹം വന്ന് മീഡിയയുടെ മുമ്പിൽ പറയുന്നു, എൻ്റെ ധാരണയുടെ വെളിച്ചത്തിൽ ഞാൻ എടുത്ത തീരുമാനം. സാറേ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അച്ഛനെന്ന് ആ സ്ഥാനത്ത് കാണുന്ന ആ യുവനടി, അവർ വന്ന് രാഹുലിൻ്റെ പേര് പറയാതെ എങ്ങും കൊള്ളാതെ ഹൂ കെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു സൂചന മാത്രം കൊടുത്ത്, അപ്പം മീഡിയക്കാരുമായിട്ടൊരു ധാരണ കാണും, അവർക്ക് പെട്ടെന്ന് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന്. അങ്ങനെ ചില വായുവിൽ കൂടെയൊക്കെ ചില ആരോപണം പറഞ്ഞ് അതേ ദിവസം VD സതീശൻ പെട്ടെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, സാറേ, അന്ന് KPCC കൂടിയായിരുന്നു, അന്ന് ഈ KPCC പ്രസിഡൻറ്റിനെ അല്ലെ വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചായിരുന്നു സെയിം ഡേയിൽ?
അന്ന് തന്നെ AICCക്ക് ഇവർ പിന്നെ ഫാക്സ് അയച്ചായിരുന്നോ അതോ ഇവർ ഇമെയിൽ ചെയ്തായിരുന്നോ? അപ്പോൾ അന്ന് തന്നെ AICC അവിടെ കൂടിയിരുന്നോ? AICCയുടെ അപ്രൂവൽ ഉണ്ടെന്നല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞേ. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനെടുത്ത തീരുമാനം കേരളം മുഴുവൻ അലയടിച്ച് വന്നാലും മാറ്റുകയില്ലെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് അത്രയൊക്കെ തീരുമാനം സ്വന്തമായിട്ട് എടുക്കാനുള്ള അത്രയും അധികാരം കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനുണ്ടോ? ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ സാറേ ഒരു ചെറിയ ഒരു 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 ഏതെങ്കിലും ഒരു ചെറിയ സൊസൈറ്റി ആകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകട്ടെ, എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനാകട്ടെ, ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ, രാഹുൽ ഒരു സാധാരണപ്പെട്ട ഒരാളല്ല. അദ്ദേഹം ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനെതിരെ റിട്ടൺ കംപ്ലയിൻ്റ് ഇല്ല. റിട്ടൺ ഒരു കംപ്ലയിൻറ്റ് KPCCക്ക് കിട്ടിയിട്ടില്ല. ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് പിന്നെ സ്പീക്കർക്കോ അല്ലെങ്കിൽ പോലീസിനോ കിട്ടിയിട്ടില്ല, പരാതി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ സാമാന്യ മര്യാദയുടെ പുറത്ത് ഒരു ലെറ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉള്ളതല്ലേ? ഇപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ VD സതീശൻ സഹിതം കൊടുക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ റിപ്പോർട്ടറിനെതിരെയും 24-നെതിരെയും VD സതീശനെതിരെയും കേസ് കൊടുക്കാം. കാരണം അദ്ദേഹം ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാം. കാരണം അദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് അല്ലെങ്കിൽ ജീവിതം തന്നെ തകർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് VD സതീശൻ നിർഭാഗ്യവശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുലിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ലെറ്റർ കൊടുക്കുകയോ അല്ലെങ്കിൽ വിശദീകരണം തരണമെന്ന് ഒരു 2 ആഴ്ചത്തെ, കുറഞ്ഞ പക്ഷം ഒരു 2 ആഴ്ചത്തെയെങ്കിലും സമയം അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. നിങ്ങളുടെ ഭാഗം ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ KPCC മുമ്പിൽ വിളിച്ചു വരുത്താം, അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാം രഹസ്യമായിട്ട്, മീഡിയയുടെ മുമ്പിലല്ല. ഇപ്പോൾ പലരും പറഞ്ഞു മീഡിയയുടെ മുമ്പിൽ അദ്ദേഹം എന്ന് പറയണം. എന്തിനു പറയണം? അദ്ദേഹം ഒരു പെൺകുട്ടിയോട് സംസാരിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നിരിക്കട്ടെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നതല്ലേ. ഇനി ഹോട്ടലിലേക്ക് വരാൻ വിളിച്ചെന്ന് ഇരിക്കട്ടെ, എന്താണ് അതിനകത്ത് തെറ്റെന്താണ്? അവർ തമ്മിൽ സൗഹൃദമായിരുന്നല്ലോ. ഇനി ഒരു പെൺകുട്ടി ഗർഭിണിയായി, അവർ തമ്മിൽ ഒരു ബന്ധം ആ രീതിയിൽ ശാരീരികമായും മാനസികമായിട്ടും ഒരു സ്നേഹവും ബന്ധവും ഉണ്ടായിട്ടല്ലേ അവൾ പ്രഗ്നൻ്റ് ആയേ. നമ്മുടെ നാട്ടിൽ എത്രയോ ആശുപത്രിയിൽ പിന്നെ ഗർഭചിത്രം നടത്തുന്നുണ്ട്. എന്നാൽ പിന്നെ ഗവൺമെൻറ് ഇതെല്ലാം അങ്ങ് നിരോധിക്കട്ടെ. ഇതെല്ലാം ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ കാര്യങ്ങളല്ലേ. അതിനകത്തേക്ക് മീഡിയയോ അല്ലെങ്കിൽ VD സതീശനോ കടന്നു ചെല്ലേണ്ട കാര്യമില്ലല്ലോ. ഇനി അദ്ദേഹത്തിനെതിരെ പരാതി ഒരുപാട് ഇദ്ദേഹത്തിന് കിട്ടി ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് പാലക്കാട് ഒരു ഇലക്ഷൻ വന്ന സമയത്ത്, ചില മാസങ്ങളേ ആയിട്ടുള്ളല്ലോ, വേറെ ആരെയും നിർത്താനില്ലായിരുന്നോ? ഇദ്ദേഹം കൂടെ പ്രൊമോട്ട് ചെയ്ത് രാഹുലിനെ കൊണ്ടുപോയി നിർത്തിയെന്തിനാണ്? അപ്പം അന്ന് വരെ ഇദ്ദേഹത്തിന് യാതൊരു ധാരണയും ഇല്ലായിരുന്നല്ലേ. ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ആളിനെക്കുറിച്ച് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് വരെ ഒരു വിധത്തിലുള്ള ധാരണയും ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം പൊട്ടനല്ലേ. ഇനി ഇദ്ദേഹം പറഞ്ഞു AICC അപ്രൂവ് ചെയ്തു. ഈ AICC അപ്രൂവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ബീഹാറിലായിരുന്നു, അദ്ദേഹം അവിടെ യാത്രയിലായിരുന്നു. പിന്നെ ആരാ AICC എന്ന് പറഞ്ഞാൽ സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ആയിരിക്കാം. കാരണം ഈ മീഡിയയിൽ സാറേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സതീശൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലേക്ക് പോയത് കൊണ്ടാണ് സതീശന് ദേഷ്യം വന്നത്. ദയവ് ചെയ്ത് അത് പറയരുത്. കാരണം ഈ വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലേക്ക് പോയെങ്കിൽ വേണുഗോപാൽ എന്തിനാണ് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വൈഫല്ലേ വന്നിട്ട് ഒരു കാരണവുമില്ലാതെ ഒന്നും അറിയാതെ കാടടിച്ച് വെടിവെക്കുന്ന പോലെ ഒരു പോസ്റ്റ് ഇട്ട്? അവർക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം വേണുഗോപാലും സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്ന് അവർക്ക് പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരാൻ വേണ്ടി ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ചിലർ കയറി വന്നാൽ ഇവർക്ക് സ്ഥാനത്തിനും മാനത്തിനും ഇടിവ് പറ്റുമെന്നുള്ള ധാരണയുടെ പുറത്ത് ഇവർ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ് ഇതിലും കടുത്ത നടപടി വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോയി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇതിലും കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിഭാഗം ആളുകളും പറഞ്ഞതെന്ന്.
ഇദ്ദേഹം എത്ര കഠിനനായ ഒരു മനുഷ്യനാണെന്ന് ആലോചിച്ചോണം. ഇദ്ദേഹത്തെ ചെത്തിയ മുറ്റത്ത് കയറ്റാൻ കൊള്ളുകയില്ല. അപ്പം ഇദ്ദേഹം രാഹുൽ എങ്ങനെങ്കിലും നിയമസഭയിൽ ചെല്ലല്ലെന്നുള്ള പിടിവാശിയിലാണ്. അത് മൈൻഡ് ചെയ്യാനേ പോകരുത് രാഹുൽ. കാരണം നിയമസഭയിലേക്ക് ജനങ്ങൾ എടുത്ത് വിട്ട ഒരാളാണ് അദ്ദേഹം. ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രാഹുലിലേക്കായി പോകും ശ്രദ്ധ. സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ, അവരുടെ കുറ്റങ്ങളൊന്നും പറയാനുള്ള സമയം കിട്ടത്തില്ലെന്ന്. അതായത് രാഹുലിലേക്ക് ശ്രദ്ധയാകും, മീഡിയ അറ്റൻഷൻ അദ്ദേഹത്തിലേക്ക് പോകും, വി ഡി സതീശൻ്റെതായിട്ടുള്ള പ്രാധാന്യം അവിടെ കുറയും. അതാണ് അതിൻ്റെ സത്യം. അല്ലാതെ സർക്കാരിൻ്റെ കുറ്റവും കുറവും പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേണേലും പറയാമല്ലോ. ഇത്രയും 4 വർഷം കഴിഞ്ഞു, ഇത്രയും നാളായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ എന്തെല്ലാം വിഷയങ്ങൾ, ശക്തമായ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ. കേരളത്തിൽ നമ്മൾ മാസങ്ങൾ ചർച്ച ചെയ്ത മാസപ്പടിയുടെ വിഷയം, കരുവന്നൂർ ബാങ്കിൻ്റെതായിട്ടുള്ള തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത്, ബിരിയാണിച്ചെമ്പ് കുംഭകോണം, പിന്നെ AI ക്യാമറ വെച്ചിട്ടുള്ള ആ അഴിമതി, PV അൻവർ പറഞ്ഞ പോലീസ് മേധാവിയെക്കുറിച്ചിട്ടുള്ള അഴിമതി, അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം, തൃശ്ശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചുള്ള വിഷയം, അതുപോലെ തന്നെ ബാർ കുംഭകോണം. അതിൻ്റെ പേരിൽ നമ്മൾ വോയിസ് കേട്ടാണല്ലോ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ പ്രധാനികൾക്ക് പണം പിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ബാർ മേധാവിയുടെ തന്നെ വോയിസ് നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ കേസുകൾ അത് പിൻവലിക്കാനെടുത്ത തീരുമാനം. ഇപ്പം നമ്മുടെ നാട്ടിലാണ് റോഡുകളാണെങ്കിൽ സകല ഇടിഞ്ഞ് നശിച്ചു കിടക്കുകയാണ്. ജയിലിൽ നിന്ന് വരെ പോകുന്ന ആളുകൾക്ക് അവർക്ക് വഴിയിൽ വെച്ച് മദ്യം സെർവ് ചെയ്യുന്നു. എന്തെല്ലാം വിഷയങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ട് ഇത്രമാത്രം അവസരം കിട്ടിയ ഒരു പ്രതിപക്ഷ നേതാവ് ചരിത്രത്തിലുണ്ടായി കാണുകയില്ല. പക്ഷേ ഇദ്ദേഹം വെള്ള ഉടുപ്പ് ഇട്ട് നല്ല തേച്ച മുണ്ട് കൊടുത്ത് കുട്ടപ്പനായി ഇങ്ങനെ നടന്നതല്ലാതെ യാതൊരു രീതിയിലും ഒരു സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ശക്തമായിട്ട് എതിർക്കാനോ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിണറായിക്ക് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഓണസദ്യയും കഴിച്ച് ചിരിച്ച് രസിച്ചിങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഇത്രയും നാളായിട്ട്, ഇത്രയും വർഷങ്ങളായിട്ട് സർക്കാരിനെതിരെ വേണ്ടവണ്ണം ഒരു ഡിഫൻസ് കൊണ്ടുവരാൻ കഴിയാത്ത ഈ മനുഷ്യൻ ഇനി അടുത്ത നിയമസഭ കൂടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിഞ്ഞു പോകുമെന്ന് പറയുന്നത് എന്നാ പൊട്ടത്തരമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം തന്നെ രാഹുലിനെതിരെ നടപടിയെടുത്തു. അദ്ദേഹത്തെ അന്ന് തന്നെ രാജിവെപ്പിച്ചു. പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. ഇത് ആദ്യമായിട്ടല്ലല്ലോ ഒരു MLA-ക്കെതിരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കോൺഗ്രസ്സിലെ ഒരു ലീഡർക്കെതിരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ഒരാൾക്കെതിരെയോ ഒരാശയം വരുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ. നമ്മൾ കോൺഗ്രസ്സിലേക്ക് തന്നെ നോക്കാം. PJ കുഞ്ഞിനെതിരെ സൂര്യനെല്ലി കേസ് വന്നില്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനു വേറെ പറയാം, രാഹുൽ ഗാന്ധിക്കെതിരെ ആശയം വന്നില്ലേ? കർണാടകയിലെ TK ശിവകുമാറിനെതിരെ കേസ് വരെ വന്നില്ലേ? അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ക്ഷമിക്കണം, അദ്ദേഹത്തിനെതിരെ വരെ പല ആരോപണങ്ങളുണ്ട്. അവരാരും രാജിവെച്ചില്ലല്ലോ. AC വേണുഗോപാൽ ഇപ്പം കോൺഗ്രസിൻ്റെ ഇൻ്റർനാഷണലായിട്ട് കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് പരാജയത്തിലേക്ക് തള്ളിവിട്ട KC വേണുഗോപാൽ, അദ്ദേഹത്തിനെതിരെ സരിത പരാതി കൊടുത്തതാണല്ലോ. CBI എൻക്വയറി വരെ നടന്നതല്ലേ. ഇവിടെ രാഹുലിനെതിരെ പരാതിക്കാരില്ല, പക്ഷേ വേണുഗോപാലിനെതിരെ പരാതിക്കാരി ഉണ്ടായിരുന്നു. CBI അന്വേഷണം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങും രാജിവെച്ച് ഓടിപ്പോയില്ലല്ലോ, സസ്പെൻഡ് ചെയ്തില്ലല്ലോ പാർട്ടിയിൽ നിന്ന്. എനിക്ക് തോന്നുന്നു KPCCയുടെ ഭാരവാഹിയായിട്ടിരിക്കുന്ന അനിൽകുമാറിനെതിരെയും സരിത ആരോപണം ഉന്നയിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അത് ക്ഷമിക്കുക. വളരെ മാന്യനായിട്ടുള്ള PJ ജോസഫ് സാറിനെതിരെ കേസ് പോയില്ലേ ഫ്ലൈറ്റിൽ വെച്ചുണ്ടായ സംഭവത്തിൽ? അദ്ദേഹം എങ്ങും മന്ത്രിസ്ഥാനം രാജിവെച്ചു, പക്ഷേ MLA സ്ഥാനം അദ്ദേഹം രാജിവെച്ചില്ലല്ലോ. എന്തിനു പറയുന്നത്, ഇപ്പോഴൊക്കെ മീഡിയ വന്നു ശക്തമായിട്ട് രാഹുലിനെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ സാറ് ആ വിട്ട വീഡിയോ കണ്ടു. ആ വീഡിയോ അന്ന് ന്യൂസിൽ വരുമ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമുക്ക് അത്ഭുതം വന്ന ചങ്ക് കയറുന്നു പോയ ഒരു സംഭവമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ കാറിൽ വെച്ച് ഒരു സ്ത്രീയുമായിട്ട് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എങ്ങും പോയില്ലല്ലോ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തൊന്നുമില്ലല്ലോ. അദ്ദേഹം പിന്നെയും മത്സരിച്ച്
മീഡിയയിലെല്ലാം വന്ന് സംസാരിച്ച് മത്സരിച്ച് ഇപ്പോൾ MP ആയില്ലേ. അപ്പോൾ ഈ അതേ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയല്ലേ കെ മുരളീധരൻ KPCC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ റൂമുണ്ടായിരുന്നു. അവിടെ വനിതകൾ ചെല്ലുമ്പോൾ റൂമിന് കുറ്റിയിട്ട് അതിനകത്തൊരു ബക്കറ്റും വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. ബക്കറ്റിൽ വെള്ളമില്ലാത്തപ്പോൾ അദ്ദേഹം ചൂടായെന്നൊക്കെ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇദ്ദേഹമല്ലേ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. ഇനി VD സതീശനെക്കുറിച്ച് വന്ന ഒരു വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ നാണിച്ച് തലേ കൈവച്ചു പോയി. മീഡിയക്കാർക്ക് ആർക്കും അത് ചോദിക്കണ്ട. പരവൂരിൽ തന്നെ ഒരു സ്ത്രീ പറയുന്ന അവരുടെ ആ പറച്ചിൽ കേട്ടാൽ അറിയാം, അത് അവരുടെ ആ മുഖഭാവവും ബോഡി ലാംഗ്വേജും അവരുടെ ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ അറിയാം അവർ പറയുന്നത് കറക്റ്റാണെന്ന്. ഈ മനുഷ്യൻ അടിവസ്ത്രം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കീറിയ അടിവസ്ത്രം ഇട്ടുകൊണ്ട് ചെന്നു എന്ന് അവർ പറയുമ്പോൾ അത് ക്ലിയറായിട്ട് അവരത് കണ്ടതുകൊണ്ടും അത് ഒബ്സർവ് ചെയ്തുകൊണ്ടല്ലേ അവരത് പറയുന്നത്. ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാകാനിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത് ഓർക്കണം. ഇത് ചോദിക്കാൻ കേരളത്തിലെ ലീഡേഴ്സ്, കോൺഗ്രസ് ലീഡേഴ്സ് ആരുമില്ലേ? KPCC പ്രസിഡന്റിന് അതിൻ്റെ വിശദീകരണം ചോദിക്കണ്ടേ? നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, അത് അന്വേഷിക്കണ്ടേ? അതേത് സ്ത്രീയാണ്? അവർ പറഞ്ഞ സത്യമാണോ? അങ്ങനൊരു മൊറൈൽ ഇദ്ദേഹത്തിന് ഒരു നല്ലൊരു മൊറൈലില്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുമൊക്കെ നമ്മൾ കാണേണ്ട ഒരു വ്യക്തിയാണോ? പ്രതിപക്ഷ സ്ഥാനത്തും അദ്ദേഹം രാജിവെക്കേണ്ടതല്ലേ? അതാരും ചോദിക്കുന്നില്ല. സുനിൽ സാർ അല്ലാതെ ഒരു മനുഷ്യനും ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ മുമ്പോട്ട് വന്നിട്ടില്ല. ഒറ്റ മീഡിയയും ചോദിക്കുന്നില്ല. കഷ്ടമെന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് ഇടതുപക്ഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച്, മകനെക്കുറിച്ച്, മരുമകളെക്കുറിച്ച് എന്തെല്ലാം കേസുകൾ, കാര്യങ്ങൾ, CBI എൻക്വയറിയൊക്കെ വന്നിട്ട് അദ്ദേഹം രാജിവെച്ചില്ലല്ലോ. പാവം പിടിച്ച നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത ഒരു ആരോപണമായിട്ട് വന്നപ്പോഴേ ഈ ഇടതുപക്ഷം നടത്തിയ പ്രതിഷേധം സാറിന് ഓർമ്മയുണ്ടോ? ആ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ആ തിരുവനന്തപുരത്തെല്ലാം റോഡെല്ലാം കക്കൂസായിട്ട് ഉപയോഗിച്ച് നശിപ്പിച്ച്, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര്യാട മുഹമ്മദ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹവും ഉമ്മൻചാണ്ടി സാർ രണ്ടുപേരും മരിച്ചുപോയി. അവർ രണ്ടുപേരും കൂടെ ഒരു മീറ്റിങ്ങിന് പോയിടത്ത് ഈ DYFI കല്ലെറിയാണ്. അവരുടെ ദേഹത്ത് കൊണ്ടില്ലെന്നേ ഉള്ളൂ. നിന്ന ആ സ്ഥലത്തേക്കല്ല എറിഞ്ഞ് ഇവരിങ്ങനെ പേടിച്ച് നീക്കും. കാരണം ഒരു രക്ഷയില്ല, പോലീസ് പോലും തടയുന്നില്ല. എന്ത് പ്രതിഷേധമായി ഇവർ അഴിച്ചുവിട്ടെ? അന്ന് ഈ VD സതീശൻ എവിടെയായിരുന്നു? അന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ ആരോപണം വന്നിട്ടും അദ്ദേഹം രാജിവെച്ചില്ലല്ലോ, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലല്ലോ, പാർട്ടി സസ്പെൻഡ് ചെയ്തുമില്ലല്ലോ. അന്നും ഇതുപോലെ പോലീസ് കേസിട്ടു. അദ്ദേഹം അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ പോയിരുന്നു. അതൊരു കീഴ്വഴക്കമല്ലേ? പിണറായിക്കെതിരെ ഇത്രയും കേസുകളും കാര്യങ്ങളും വന്നിട്ട് അദ്ദേഹം രാജിവെച്ചില്ലല്ലോ, അദ്ദേഹത്തെ ആരും സസ്പെൻഡ് ചെയ്തില്ലല്ലോ. തോമസ് ഐസക്കിനെതിരെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കമൻറ്റുകൾ, ചാറ്റുകൾ, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞത് സ്വപ്ന സുരേഷ് അല്ലേ? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. പിന്നെ 3 ശശിമാർ. ഇപ്പോഴേ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ശശി, പിന്നെ നിലമ്പൂരുള്ളൊരു ശശി, പിന്നെ നമ്മുടെ മന്ത്രി 73 വയസ്സുണ്ടെന്ന് തോന്നുന്നു, ആ പുച്ചക്കുട്ടി എന്നൊക്കെ വിളിച്ച ആ ശശി. അദ്ദേഹം 70 വയസ്സുണ്ടായിട്ട് ഒരു കൊച്ചു പെൺകുട്ടിയെ എൻ്റെ പുച്ചക്കുട്ടി നമ്മൾ TV കൂടെ കേട്ടതല്ലേ? അയാൾക്കൊന്നും ധാർമ്മികതയൊന്നും വേണ്ടേ? അദ്ദേഹം ഒന്ന് രാജിവെച്ചു. പിന്നെയും അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കിയത് ഈ പിണറായി സർക്കാരല്ലേ? അന്ന് VD സതീശൻ എന്താ എതിർക്കാഞ്ഞേ? ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറഞ്ഞ വേറെ ആരുമില്ല, സ്വന്തം മുൻ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് അവർ യാമിനി തങ്കച്ചി അവരല്ലേ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ ഫാദറല്ലേ പറഞ്ഞേ, ഇവൻ്റെ മകനായി ജനിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ഫാദർ കൊട്ടാരക്കരയിലൊക്കെ ബാലകൃഷ്ണപിള്ള സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ്. അദ്ദേഹം സ്വന്തം പിതാവല്ലേ പറഞ്ഞു. എന്നിട്ടും പിണറായി അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലേ? VD സതീശൻ എതിർത്തില്ലല്ലോ. അന്നേരം എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ധാർമ്മികത? പിന്നെ സ്വപ്ന സുരേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ ചാറ്റും കാര്യങ്ങളുമൊക്കെ. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം VSOP ബ്രാൻഡിങ് കൊണ്ട് അതിൻ്റെ പിക്ചറൊക്കെ അയച്ചു കൊടുത്തിട്ട് രാത്രിയിൽ വരുന്നു എന്നൊക്കെ. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. അന്നൊക്കെ എവിടെ പോയി ഇടതുപക്ഷത്തിൻ്റെ ഈ ചൂടൊക്കെ? അല്ലെ മീഡിയക്കാരെവിടെ പോയി? റിപ്പോർട്ടർ അന്നുണ്ടോ എന്ന് എനിക്കറിയാം. റിപ്പോർട്ടർ ഉണ്ടല്ലോ, അന്നും ഉണ്ടല്ലോ റിപ്പോർട്ടർ, 24. അവരൊക്കെ എവിടെ പോയി? ഈ പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വെരി വീക്കായിട്ടുള്ള അലിഗേഷൻസാണ്. അതിന് ഏറ്റവും മുമ്പ് നിൽക്കുന്നത് രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട
വി.ഡി. സതീശൻ. സുനിൽ സാറേ, ഒരു കാര്യം കൂടെ, 1-2 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഷോർട്ട് ചെയ്യാം. അടൂരൊരു വീട്ടിനകത്ത് പുറത്തിറങ്ങാതെ, ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ, ഉറക്കമില്ലാതെ, ഊണില്ലാതെ ഒരു ചെറുപ്പക്കാരൻ, കോൺഗ്രസ്സിന് വേണ്ടി നിന്ന ചെറുപ്പക്കാരൻ, കോൺഗ്രസ്സിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചൊരു ചെറുപ്പക്കാരൻ, പോലീസിൻ്റെ അടി കൊണ്ടൊരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നല്ലോ, ആ ജയിലിൽ വെച്ച് മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ, അത് വളരെ തെറ്റായിപ്പോയി, നമ്മൾക്കൊക്കെ വിഷമമുണ്ടായ സംഭവമാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, വിഷയം മാറ്റാൻ വേണ്ടി. അല്ലാതൊന്നുമല്ല. നേരത്തെ എത്രയോ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അടികൊണ്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സിൽ എത്രയോ നേതാക്കന്മാർ അടികൊണ്ടിട്ടുണ്ട്, വഴി കിടന്ന് അടികൊണ്ട്. ഇപ്പോൾ കേരള യാത്രയൊക്കെ പോകുന്ന സമയത്ത് പട്ടിയെ പോലെയല്ലേ നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയത്. അന്ന് ഇദ്ദേഹം എവിടെയായിരുന്നു? അന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്നൊന്നും ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്തിനാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? വിഷയം തിരിച്ചുവിടാനല്ലേ? ആരെങ്കിലും ഒരാൾ രാഹുലിനെ, ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പോയി കാണാൻ ശ്രമിച്ചേനെ. നിർഭാഗ്യവശാൽ ഇവിടെ ആയിപ്പോയി. ഈ കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോക്കൂടെ? രാഹുലിനെ മാത്രമല്ലേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇവരാരെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും തടയുമോ? രാഹുൽ ഇനി തെറ്റ് ചെയ്തതെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിനെന്നാണ് കുഴപ്പം? അദ്ദേഹം ദുഃഖിതനായിട്ടിരിക്കുന്നു. അടൂർ പ്രകാശിനോ ഷാഫിക്കോ മീഡിയ അവിടെ എവിടെയും ക്യാമറ വെച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അദ്ദേഹം എന്താ തൊട്ടുകൂടാത്ത കുഷ്ഠരോഗിയൊന്നുമല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം, ഒന്ന് ആശ്വസിപ്പിക്കാം, അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കാം. ആരും ചെയ്യുന്നില്ല. വി.ഡി. സതീശൻ അദ്ദേഹത്തെയും കൂടെ വിളിച്ച് സംസാരിക്കേണ്ടതിന് പകരം ഈ കാണിക്കുന്നത്, ഇന്ന് രാഹുലിനോടായത് ചെയ്തെങ്കിൽ നാളെ എല്ലാവരും ഓർത്തോണം, കോൺഗ്രസ്സിലുള്ള ലീഡേഴ്സ് ഓർത്തോണം, നിങ്ങൾക്കെതിരെ ഈ മനുഷ്യൻ തിരിയും. മുമ്പ് ഇദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായിട്ട് നിന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തെ ഒരു കാരണവശാലും, ഇദ്ദേഹത്തിൻ്റെ മുഖം, ഒന്നാമതേ ഒരു കാര്യം പറയാം, വളരെ നാളുകളായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ലാംഗ്വേജും ഈ വളിച്ച ചിരിയും മനസ്സിൽ ദുഃഖമുണ്ടായിടാ. ഈ മനുഷ്യനാണോ അടുത്ത കോൺഗ്രസിൻ്റെ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നതെന്ന് ദുഃഖിച്ചിരുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ. ഇദ്ദേഹം എൻ്റെ മുഖ്യമന്ത്രിയല്ല, ഞാൻ പാർട്ടിക്കാരനുമല്ല, ഞാൻ ഇവിടെ അമേരിക്കയിൽ ജീവിക്കുന്ന ആളാണ്. സാറിന് ഞാനിപ്പം വിളിക്കുന്നത് അമേരിക്കൻ നമ്പറിൽ നിന്നാണ്. അപ്പം ഈ മനുഷ്യനെ അങ്ങനെ ഒരു സ്ഥാനത്ത് വരല്ലേ എന്ന് ആഗ്രഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്ര സ്റ്റാൻഡേർഡ് മാത്രമേ ഈ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് ഒന്നുകിൽ ശശി തരൂരോ അല്ലെങ്കിൽ കെ സുധാകരൻ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ള ആളാണ്. ഷാഫി പറമ്പിൽ ഏറ്റവും ലാസ്റ്റ് ചാൻസേ ഉള്ളൂ ഈ ചെന്നിത്തലയ്ക്ക് അതിനുള്ള യോഗ്യതയില്ല. കാരണം ഈ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം പൊളവന്മാരാണെന്ന് മനസ്സിലായി. അടുത്തൊരു UDF വരികയാണെങ്കിൽ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ 1-ാം സ്ഥാനം ശശി തരൂരിനും, 2-ാം സ്ഥാനം കെ സുധാകരൻ, 3-ാമത്തെ സ്ഥാനം ഷാഫി പറമ്പിൽ, 4-ാമത്തെ സ്ഥാനം മാത്രമേ ഉള്ളൂ രമേശ് ചെന്നിത്തലയ്ക്ക്. വി.ഡി. സതീശന് ഒരു MLA ആയിട്ടിരിക്കാൻ ഉള്ള യോഗ്യത പോലും, പ്രത്യേകിച്ച് ഈ വീഡിയോയും കൂടെ പുറത്തു വന്നുകൊണ്ട് ഇല്ല. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് രാഹുലിനെ അല്ല ഒഴിവാക്കേണ്ടത്. രാഹുലിൻ്റെ സപ്പോർട്ടെല്ലാം കണ്ടല്ലോ ഇവിടുന്ന് അമേരിക്കയിൽ നിന്നുള്ള എൻ്റെ സഹിതം. നാട്ടിലെ മീഡിയയൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. സണ്ണി ജോസഫ് സാർ ഒന്ന് കയറി നോക്ക് മീഡിയയിലോട്ട്. ആ കമൻറ്റുകളൊക്കെ സമയമുണ്ടെങ്കിൽ ABCCക്കാരെല്ലാം ചുറ്റും ഇരുന്ന് നിങ്ങളെല്ലാം കൂടെ ഒന്ന് വായിക്കണം. ഓരോ മീഡിയയിലും രാഹുലിനെക്കുറിച്ച് വരുന്ന വാർത്തയുടെ താഴെയുള്ള കമൻറ്റുകൾ എല്ലാം ഫേക്കാണെങ്കിൽ യഥാർത്ഥ കോൺഗ്രസ്സുകാർ കമൻ്റ് ഇട്ടുണ്ടെങ്കിൽ അതുകൂടെ നോക്ക്, എന്നിട്ട് തീരുമാനം എടുത്താൽ മതി. ഏതെങ്കിലും കാരണവശാൽ രാഹുൽ ഈ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഹുലിൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് രാഹുലിനോട് എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കുടുംബാംഗമാണെങ്കിൽ പറയാനുള്ളത്, നിങ്ങളൊരിക്കലും വീട്ടിനകത്ത് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന്, അത് ചെറുപ്പക്കാരും അമ്മമാരും പ്രായമുള്ളവരും എല്ലാ ഏജിലുമുള്ളവരും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങളെ എതിർക്കുന്നത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മാത്രമല്ല, i2i ന്യൂസ് സാധാരണ ഏത് തിന്മ കണ്ടാലും പ്രതികരിക്കുന്ന ഒരു ചാനലാണ്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് സഹോദര ഏറ്റവും വലിയ ഒരു കാര്യം. നിങ്ങൾക്ക് എതിരെ മീഡിയാസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അവർക്ക് എവിടുന്നോ ഒരു അജണ്ട കിട്ടിയിട്ടുണ്ട്. അവർക്ക് എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ i2i ന്യൂസ്
സോയി മോനെ അല്ലെ രാഹുൽ ഈശ്വര ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലുള്ളത് ആത്മാർത്ഥമായിട്ട് പറയുന്നവരാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന്, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കാറെടുത്ത് അടൂർ വരെ ഒന്ന് പോകുന്നതിന് നിങ്ങളെ ആരും അടിക്കത്തുമില്ല, ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പുലിയായിട്ട്, ലീഡറായിട്ട് പുലിയായിട്ട് നിന്നൊരു മനുഷ്യനാണ്. നിങ്ങളൊരു എലിയെ പോലെ മാളത്തിൽ ഒളിക്കരുത്. ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്നാണെങ്കിൽ ഓൺലൈനിൽ കൂടെ ഒരു കൗൺസിലറെ നിങ്ങൾ വിളിക്കണം. നിങ്ങൾ കൗൺസിലിംഗ് എടുക്കണം. കൗൺസിലിംഗ് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് വലിയ മടിയാണ്. ഇവിടെയാണെങ്കിൽ ഒരു പൂച്ച ചത്താലും ആളുകൾ അവരുടെ ആ ആങ്സൈറ്റി കൊണ്ട് അവർ കൗൺസിലർ എടുത്ത് പോകും. നമ്മുടെ നാട്ടിൽ ബോഡി ശരീരത്തിനുള്ള ട്രീറ്റ്മെൻറ്റിനെ പോകത്തുള്ളൂ, മനസ്സിലുള്ള ഇതിന് ട്രീറ്റ്മെൻറ്റ് പോവുകയില്ല. അങ്ങനെ പോകുന്ന ഒരു നാണക്കേട് പോലെ. അങ്ങനെയല്ല, രാഹുൽ എത്രയും പെട്ടെന്ന് ഓൺലൈനിൽ കൂടെ ആണെങ്കിലും നേരിട്ട് പോകാൻ പറ്റുമെങ്കിൽ അടൂർ ഒരുപാട് സൈക്കോളജിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പോയി സംസാരിക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സ്നേഹമുള്ള ബന്ധുക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങൾ വിളിച്ച് സംസാരിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ഭാരം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ മാറുകയല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ആഹാരം നിങ്ങൾ കഴിക്കണം, നിങ്ങൾക്ക് താല്പര്യമുള്ളവരോട് സംസാരിക്കണം. വീടിനകത്ത് ഇരിക്കരുത്. ഓരോ നിമിഷം നിങ്ങൾ ഇരിക്കും തോറും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ അടുത്ത് ജയിക്കുകയാണ് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ നിയമസഭയിലേക്ക് പോകണം. അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങണം. നിങ്ങളെ ആളുകൾ എതിർത്തോട്ടെ, അതൊന്നും വിഷയമല്ല. നിങ്ങൾ പോകുക. നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്കത് ആവശ്യപ്പെടാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ എനിക്ക് സുനിൽ സാറിനോട് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് ഒരു സപ്പോർട്ട്, ഒരു സമൂഹം അദ്ദേഹത്തിന് സപ്പോർട്ടുണ്ടെന്ന് വരുന്ന ദിവസങ്ങളിൽ ഒരു സപ്പോർട്ട് അടൂര് അങ്ങനെയുള്ള സപ്പോർട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഒന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അനീതിക്കെതിരെ നിന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെതിരെ ഈ സഹോദരിമാർ, അവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും പറയുന്നതിൻ്റെ കൂട്ട് എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ക്രൈം ബ്രാഞ്ച് കണ്ടുപിടിക്കട്ടെ, കേസിടട്ടെ, കോടതി തീരുമാനിക്കട്ടെ. വി.ഡി. സതീശന് ഇങ്ങനെ വിരൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ള പല MLA-മാർക്കും കേസുണ്ടായിരുന്നല്ലോ. വിൻസെൻറ്റിനെതിരെ ആയാലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒക്കെ കേസുണ്ടായിരുന്നു. എന്നിട്ടും അവർ നിയമസഭയിൽ ചെന്നു അല്ലേ? വി.ഡി. സതീശന് ഇത് നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കോൺഗ്രസ്സിനാണ് നഷ്ടം, നമ്മുടെ നാടിനാണ് നഷ്ടം. പിണറായി വീണ്ടും മൂന്നാമത്തെ ഒരു ഭരണത്തിലേക്ക് പോകാനുള്ള എല്ലാ കല്ലുകളും വി.ഡി. സതീശൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സണ്ണി ജോസഫും സുധാകരനും MM ഹസനും ബെന്നി ബെഹന്നാനും ദയവേത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് പിടിച്ചു കിട്ടുക. ഇല്ലെന്നുണ്ടെങ്കിൽ പിണറായി മൂന്നാം മന്ത്രിസഭയിലേക്ക് നടന്നെടുക്കുകയാണെന്നുള്ളത് ഞാൻ വളരെ വേദനയോടെ വിട്ടിരുന്നുകൊണ്ട് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് നടരാജൻ എന്നാണ്. ഞാനിവിടെ ഉദയംപേരൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. താങ്ക് യു. ഞാൻ ഒരു ഗാന്ധിയനാണ്, ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ മുതലായവർ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നാൽ അവരെ എല്ലാം തോൽപ്പിക്കണം എന്ന് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരോടും എല്ലാ ജനങ്ങളോടും ഞാൻ പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്. കാരണം ഇവരെല്ലാം നമ്മൾക്ക് ഈ കേരളത്തിന് നാശകാരണികളാണ്, കീടങ്ങളാണ്. ഇവരെ നമ്മൾ ജയിപ്പിക്കരുത്. എന്നാൽ സുധാകരനെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിൽ മുതലായ ചെറുപ്പക്കാരെ, ആ യുവനിരയെ മുന്നിൽ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തി വരും കാലങ്ങളിലേക്ക് നമ്മളുടെ കേരളത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി അവരെ മുഖ്യമന്ത്രിയാക്കുവാനും അതുപോലെ മറ്റു മന്ത്രിമാരാക്കി നമ്മളുടെ കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട് അവരെ ശക്തിപ്പെടുത്തണം. അത് മാത്രമല്ല, നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും അപവാദങ്ങളും പറഞ്ഞു പരത്തുകയും യാതൊരു പരാതികളുമില്ലാതെ ഓരോരോ മായാലോകങ്ങളിൽ ഇരുന്നു കൊണ്ട് കെട്ടിച്ചമച്ച് തയ്യാറാക്കി ഈ ഉണ്ടാക്കിയെടുക്കുന്ന നാടകങ്ങൾ നടത്തുന്ന ഈ പെണ്ണുങ്ങളെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്ത് അവരെ ജയിലിലടക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ നമ്മളുടെ കേരളം തകരും. ആർക്കും ആരെ പറ്റിയും എന്തും ആരോപിക്കാം, അഭിപ്രായങ്ങൾ പറയാം, അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ യാതൊരു പരാതികളുമില്ലാതെ യാതൊരു തെളിവുകളുമില്ലാതെ ഒരു സമ്പന്നനായ മാന്യനായ ഒരു MLA-യെ ജനങ്ങൾ ജയിപ്പിച്ച് അധികാരം കൊടുത്തു വിട്ടിരിക്കുന്ന ഒരു MLA-യെ
മനഃപൂർവ്വം നശിപ്പിക്കുന്നതിന് വേണ്ടി, അയാളുടെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടി അധികാരമോഹികളായ ഈ വി.ഡി. സതീശൻ, ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഈ കൂട്ടു സംഘങ്ങൾ ഈ വെളുത്ത പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തി, മകളാണോ അതോ മരുമകളാണോ അത് വേറെ വല്ലവരും ആണോ എന്നൊന്നും നമുക്കറിയില്ല, ഈ പെണ്ണുങ്ങളെ നിർത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെയും ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തെയും നമ്മളുടെ സർക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കബളിപ്പിച്ചുകൊണ്ട്, അവരെ പറ്റിച്ചുകൊണ്ട്, അവരെ വിഷമിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തി വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്തോ അപമാനപ്പെടുത്തുന്ന ഇത്തരം സ്ത്രീകളെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവരെ ശരിയായ രീതിയിലുള്ള ശിക്ഷ ഇവർക്ക് നൽകി നമ്മുടെ കേരളത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ഈ കേരളത്തിലെ ജനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ജനങ്ങളുടെ പല പല വിഷയങ്ങൾ ഇവിടെ നിൽക്കെ, ജനങ്ങളുടെ പല ആവശ്യങ്ങളും അവർക്ക് നടത്തി കൊടുക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ കിടക്കെ, ഈ വാലയത്തിൽ നടക്കുന്ന പെണ്ണുങ്ങളുടെ പുറകെ പോയി അവര് പറയണതും കേട്ടുകൊണ്ട് ഈ വി.ഡി. സതീശനെ പോലെയുള്ള ചട്ടിത്തലയന്മാര്, വിവരദോഷി, ഇവന് എന്ത് ലോ പഠിച്ചെന്നാ പറയണത്? ഇവനെന്ത് വിവരമുണ്ട്? കേരളത്തിലെ ഇവിടെ നമ്മൾ CPM ഉം CPI ഒന്നും അല്ല ഇവിടുത്തെ ശത്രുക്കള്. അവര് കയ്യും കെട്ടി ചുമ്മാ നോക്കി നിൽക്കുക, ഈ ചെണ്ടമേളം പോകുമ്പോഴത്തേക്കും കാഴ്ചക്കാരായി നിൽക്കുന്ന പോലെ. ഈ സതീശനും ഈ ചെന്നിത്തലയും ഈ ഇതുപോലെയുള്ള ഈ അലവലാദികളെല്ലാവരും കൂടി നമ്മുടെ കേരളത്തെ നശിപ്പിക്കുന്ന ആ കാര്യങ്ങൾ കണ്ട് അവർ സന്തോഷിക്കുകയാണ് ഉള്ളില്. ഇന്നിപ്പോ നമ്മുടെ CPIയുടെ സംസ്ഥാന സമ്മേളനം നടന്നതിൽ ഇന്നത്തെ മനോരമ പത്രത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്നു. ഈ സർക്കാരിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പറയുന്നത്. അല്ല, ആ CPIക്കുള്ള അഭിപ്രായം ഒരു പ്രതിഷേധം പോലും ഇവന്മാർ ഈ പ്രതിപക്ഷം അറിയിച്ചോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവര് അവസരവാദ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടി ഇവർ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാർ ഇത്ര മണ്ടന്മാരായി പോയല്ലോ. ഈ കോൺഗ്രസ്സുകാർ ഇത്ര മണ്ടന്മാരായിപ്പോ, വിവരമില്ലാത്തവന്മാരായി പോയല്ലോ. ഇവനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ അവരുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല, നല്ല ഒന്നാം തരം ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ട് ഇവന്റെയൊക്കെ മോന്തക്കടിക്കും. ഇനി വോട്ടും ചോദിച്ച് ഓരോ വീടുകളിലേക്ക് ചെന്നാലുണ്ടല്ല, എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയുക, എന്റെയൊക്കെ അടുത്ത് വോട്ടും ചോദിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വന്നാൽ ഞാനത് എന്ത് ചെയ്യുമെന്ന് ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ ഇതിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തള്ളിക്കളയുന്നുണ്ടോ? അവർ ചേർത്ത് നിർത്തുകയല്ലേ? എത്ര മന്ത്രിമാരുണ്ട്, എത്ര MLA-മാരുണ്ട് അവരുടെ സർക്കാരിൽ മോശക്കാരായിട്ടുള്ളവര്? അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആ കാര്യത്തിൽ പിണറായി വിജയനെ നമ്മൾ കൂട്ടുപൂജിക്കണ്ടേ? പിണറായി വിജയന്റെ പിന്നെ അണ്ടർവെയർ എടുക്കാൻ പോലും യോഗ്യനാണോ ഈ വി.ഡി. സതീശനും ചെന്നിത്തലയും? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല തരത്തിലുള്ള കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മയുണ്ട്. ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി വളരെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. രക്ഷയില്ല ജനങ്ങൾക്ക്. നിത്യ സാധനങ്ങളൊക്കെ എല്ലാം തീപിടിച്ച വില, കയറി കിടക്കാൻ കൂറിയില്ലാതെ അനേകായിരങ്ങൾ വട്ടം കറങ്ങുകയാണ്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.